ഇന്ന് നമ്മൾ വരുന്നത് ഗുരുവായൂരിലെ മഞ്ജുളയാലിനെ പറ്റി പറയാനാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ആദ്യമായി എൻ്റെ ചാനൽ കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനും കൂടെ അടിച്ചു പൊട്ടിക്കുന്നേ. ഹരേ കൃഷ്ണ ഹരേ രാമ. ഗുരുവായൂർ പോകാത്തയായിട്ട് ആരും തന്നെ ഉണ്ടായിരുന്നില്ലേ? അവിടെ ചെല്ലുമ്പോൾ കേൾക്കുന്നൊരു പേരാണ് മഞ്ജുളയാലി. മഞ്ജുളയാലി പോവാത്തയായിട്ടും ആരും കാണില്ല. മഞ്ജുളയാലിൽ നിന്ന് പേര് വരാനുള്ള കാരണം എന്താണെന്ന് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിൻ്റെ പരിസരത്തായിട്ട് ഒരു വാരസ്യാർ കുട്ടി ഉണ്ടായിരുന്നു. ഗുരുവായൂർ അപ്പൻ്റെ ഭയങ്കര ഭക്തയായിരുന്നു. അങ്ങനെ ഇരിക്കെ എല്ലാ ദിവസവും ഗുരുവായൂരപ്പന് തുളസിമാല കെട്ടി കൊണ്ടുവന്ന് ചാർത്തുക എന്നത് മഞ്ജുളയ്ക്ക് പതിവായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അമ്മയ്ക്ക് സുഖമില്ലാതായി. വീട്ടുജോലിയെല്ലാം കഴിഞ്ഞ് മഞ്ജുള വന്നപ്പോഴത്തേക്ക് ഗുരുവായൂർ അമ്പലം അടച്ചിരുന്നു. അത് മഞ്ജുളയ്ക്ക് ഒരുപാട് വിഷമമായി. പരിസരം മറന്ന് അവൾ പൊട്ടിക്കരഞ്ഞു. കണ്ടു നിന്നവരെല്ലാം നോക്കി നിന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ പൂന്താനം തിരുമേനി വന്നിട്ട് എന്താ മഞ്ജുളെ, എന്താ കരയുന്നേ എന്ന് ചോദിച്ചു. അപ്പം മഞ്ജുള പറഞ്ഞു, ഇത് എനിക്കാണ്, എനിക്കിന്ന് തുളസിമാല ചാർത്താൻ പറ്റില്ല, ഇത്രയുമേ ഉള്ളൂ, ഗുരുവായൂരപ്പന് കുട്ടിയല്ലേ നീ ഇങ്ങനെ കിടന്ന് കരയാമോ, ഗുരുവായൂരപ്പന് അത് ഇഷ്ടമാവില്ല എന്ന് പൂന്താനം മഞ്ജുളയെടുത്ത് പറഞ്ഞു. ബാ നമുക്ക് അങ്ങോട്ട് നടക്കാം, മഞ്ജുളയെടുത്ത് പറഞ്ഞു. പൂന്താനം തിരുമേനി പറഞ്ഞു, ഗുരുവായൂരപ്പൻ ശ്രീകോവിൽ മാത്രമാ ഉള്ളേന്ന് മോളെടുത്ത് ആരാ പറഞ്ഞേ? സർവവും നിറഞ്ഞു നിൽക്കുന്നതാണ് ഗുരുവായൂരപ്പൻ എന്ന് മഞ്ജുളയെടുത്ത് പറഞ്ഞു. പൂന്താനം പറഞ്ഞു, ഗുരുവായൂരപ്പനെ മനസ്സിൽ വിചാരിച്ച് ഈ ആലിലെ മഞ്ജുള തുളസിമാല സമർപ്പിച്ചോളൂ. മഞ്ജുള അത് കേട്ടു ഗുരുവായൂരപ്പനെ മനസ്സിൽ വിചാരിച്ചു ആലിലേക്ക് സമർപ്പിച്ചു. പൂന്താനം തിരുമേനിയെ വണങ്ങി. പൂന്താനം തിരുമേനി ഇല്ലത്തോട്ടും പോയി, മഞ്ജുള വീട്ടിലോട്ടും പോയി. പിറ്റേന്ന് നിർമ്മാല്യം തൊഴാൻ വന്ന ഗുരുവായൂരിലേക്ക് ഭക്തർ വന്നു. ഹരേ കൃഷ്ണ ഹരേ രാമ കണ്ണ നാമജപവും തുടങ്ങി. മേൽശാന്തി ശ്രീകോവിൽ തുറന്നു. ഗുരുവായൂരപ്പനെ ചാർത്തിയിരുന്ന ഓരോ മാലയും എടുത്തു മാറ്റി. എത്ര മാറ്റിയിട്ടും ഒരു തുളസിമാല മാത്രം മാറുന്നില്ല. മേൽശാന്തി, എന്തെങ്കിലും പിഴവ് പറ്റിയോ എൻ്റെ കണ്ണ എന്ന് ചോദിച്ചു. അത് എന്നിട്ടും ഓരോന്നും മാറ്റിയിട്ടും എത്ര മാറ്റിയിട്ടും മാറാത്ത തുളസിമാല. പൂന്താനം തിരുമേനി ഇതും കണ്ടുകൊണ്ടുണ്ടായിരുന്നു. പൂന്താനം തിരുമേനി ഇന്നലെ നടന്ന സംഭവം ഇതിനൊക്കെ പറഞ്ഞു. മഞ്ജുളയെ വെച്ച ആലി വെച്ച തുളസിമാലയാണല്ലോ ഇത്. അപ്പം തിരുമേനി എടുത്ത് പറഞ്ഞു. അപ്പോഴത്തേക്കും ഭക്തരെല്ലാം തിരുമേനി ആലിൻ്റെ അടുത്തോട്ട് വന്നു. മേൽശാന്തി ആ തുളസിമാല എടുത്ത് മാറ്റി ഗുരുവായൂരപ്പൻ്റെ ശ്രീകോവിലിൽ ചെന്നപ്പോഴത്തേക്കും ഗുരുവായൂരപ്പനിൽ ചാർത്തിയിരുന്ന ആ തുളസിമാലയെ മാറി. എന്താ കണ്ണ, അത്ഭുതം തന്നെ. അങ്ങനെ അന്ന് തൊട്ട് ആ ആലിന് പേര് വീണതാണ് മഞ്ജുളയാൽ. മഞ്ജുളയുടെ ഭക്തിയിൽ നിറഞ്ഞു നിൽക്കുന്ന ആലായിരുന്നു മഞ്ജുളയാലെന്ന് പേര് വീണു. പിന്നെ മഞ്ജുള ഭഗവാനിൽ ലയിച്ചു ചേർന്നു. അതാണ് നമ്മുടെ ഗുരുവായൂർ കാണുന്ന മഞ്ജുളയാൽ. ശ്രീകൃഷ്ണൻ ഭഗവാൻ കുടികൊള്ളുന്ന ആലാണ്. മഞ്ജുളയെ സമർപ്പിച്ച മാല ശ്രീകൃഷ്ണൻ ഏറ്റെടുത്തു. അതാണ് ശ്രീകോവിലിൽ മാത്രമല്ല ഭഗവാൻ, പ്രപഞ്ചം ഫുള്ള് നിറഞ്ഞു നിൽക്കുന്നതാണ് ഗുരുവായൂരപ്പൻ. ഹരേ കൃഷ്ണ ഹരേ രാമ. നീ സങ്കടപ്പെടണ്ട. എന്നിൽ നിത്യവും പ്രാർത്ഥിക്കുന്ന നിന്റെ ഹൃദയം തളർന്നിട്ടുണ്ടെങ്കിൽ, കണ്ണ് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ സഹായം അടുത്തിരിക്കുന്നുവെന്ന് നീ മനസ്സിൽ ഉറപ്പിച്ചുകൊള്ളൂ.